അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കണ്ണേറ് ഒരു വലിയ പ്രശ്നമാണ്. നിസാരമായി ആരും കണ്ണേറിനെ കാണേണ്ടതില്ല. നമുക്ക് വരുന്ന പല വിപത്തുകളും പല ബുദ്ധിമുട്ടുകളും പല അസുഖങ്ങളും പല കുടുംബ ബന്ധ തകർച്ചയുടെ കാരണങ്ങളുമൊക്കെ കണ്ണേറായിരിക്കാം. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. മറ്റുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ നിർബന്ധമായും ഷെയർ ചെയ്തു കൊടുക്കുക. പറയുന്ന വിഷയങ്ങൾ പൂർണ്ണമായും കേൾക്കുക. ചെയ്യേണ്ട കാര്യം, അതിന് പ്രതിവിധിയായി ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക. വീഡിയോക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ മാഷാ അല്ലാഹ് എന്ന് കമൻറ്റ് ചെയ്യുക. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇസാബത്തുൽ ഐൻ, കണ്ണേറ്, അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജോലികളിൽ വരുന്ന നഷ്ടങ്ങൾ, അതൊരു പക്ഷേ നമുക്ക് സംഭവിച്ച കണ്ണേറ് കൊണ്ടാകാം നമ്മുടെ ജോലികളിൽ നഷ്ടം വരുന്നത്. നല്ല നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കച്ചവടം, അത് പെട്ടെന്ന് കച്ചവടം നഷ്ടത്തിലാവുകയും കച്ചവടം പൊളിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്നത് കണ്ണേറ് സംഭവിച്ചത് കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് വരുന്ന രോഗങ്ങൾ, നല്ല ആരോഗ്യവാനായിരുന്ന ഒരാൾ, എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായി നിന്നിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വന്നുകൊണ്ട് അവൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോകുന്ന ഒരവസ്ഥ, ഇത് കണ്ണേറ് കൊണ്ടാവാം. മറ്റുള്ളവർ കണ്ടില്ലേ അവൻ്റെ ഒരു ആരോഗ്യം എന്നൊക്കെ ഒരു പക്ഷേ പറഞ്ഞു പോയാൽ അത് സംഭവിക്കും. കാരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണല്ലോ, അൽ ഐന ഹഖ്കുൻ, കണ്ണേറ് സത്യമാണ് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കണ്ണേറ് സംഭവിക്കുമെന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജോലി നഷ്ടപ്പെടുക, നല്ല ജോലിയിൽ ഉള്ള ഒരാളായിരിക്കാം, പെട്ടെന്ന് അയാളുടെ ജോലി നഷ്ടപ്പെട്ടു പോകുന്നു. മറ്റൊരു ജോലി ശരിയാവാത്ത അവസ്ഥ വരിക, ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് നമുക്ക് കണ്ണേറ് കൊണ്ട് സംഭവിച്ചേക്കാം. അതുപോലെ തന്നെ മക്കളുടെ ജോലി നഷ്ടപ്പെട്ടു പോവുക, നാം പറഞ്ഞതൊന്നും കേൾക്കാത്ത അനുസരണയില്ലാത്തവരായി മാറുക, ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കണ്ണേറ് കൊണ്ട് സംഭവിക്കും. മറ്റൊന്നും പണിയൊന്നും ശരിയാവാതെ, ഒരു ജോലിയും ശരിയാവാതെ മക്കളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, ഇതൊക്കെ കണ്ണേറ് കൊണ്ട് സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽപ്പെട്ട ചിലതാണ്. നാം നല്ല നിലയിൽ പെട്ടെന്ന് വീട് പണി തുടങ്ങും, ആ വീട് പണി പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പായിട്ട് പിന്നീട് ആ വീട് പണി ബാക്കി പണി തുടങ്ങാനോ അതല്ലെങ്കിൽ ഇനി ബാക്കി പണിയുണ്ടല്ലോ എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ഒരു അലസനായി അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടക്കുന്ന ഒരവസ്ഥ, ഇത് കണ്ണേറ് കൊണ്ട് സംഭവിക്കും. ഇതിനൊക്കെ പരിഹാരമുണ്ട് നമുക്ക്. വീട്ടിലുള്ള പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവാം. നല്ല നിലയിൽ ജീവിച്ചു പോകുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചിലരുടെ കണ്ണേറുകൾ കൊണ്ട് പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും വഴക്കുണ്ടാവുന്നു, അവർ തമ്മിൽ ആ ബന്ധം പിരിയുന്ന വക്കിലേക്ക് വരെ എത്തിപ്പെടുന്നു. ഇതൊക്കെ കണ്ണേറ് കൊണ്ട് സംഭവിച്ചേക്കാം. കടങ്ങൾ കൂടുന്നു, നമുക്ക് നമ്മുടെ ബിസിനസ്സുകളൊക്കെ നഷ്ടത്തിലായി കഴിഞ്ഞാൽ നാം സ്വാഭാവികമായും കടത്തിലേക്ക് എത്തിപ്പെടും. അങ്ങനെ ധാരാളം വലിയ കടക്കാരനായി മാറാൻ ഇത് കാരണമായി തീരും. ഇതിനൊക്കെ നമുക്ക് പരിഹാരമുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫലക്ക് നമുക്ക് വലിയ പരിഹാരമാണ് ഇതിനക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണല്ലോ കണ്ണേറ് സത്യമാണ് എന്ന്. അതുകൊണ്ട് തന്നെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ ഫലക്ക് പതിവാക്കിയാൽ മതി എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. നാം ചുരുങ്ങിയത് നമ്മുടെ ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും സൂറത്തുൽ ഫലക്ക് 3 തവണയെങ്കിലും പാരായണം ചെയ്യാൻ വേണ്ടി നാം നിത്യവും ശ്രമിക്കണം.
രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് 3 തവണ ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് ഊതിയിട്ട് ശരീരം മൊത്തം തടവുക. ഇതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ നേരവും നാം ചെയ്യുക. ഇങ്ങനെ 3 തവണ ദിവസം 2 നേരം ചെയ്താൽ തന്നെ നമുക്ക് കണ്ണേറിൽ നിന്ന്, കണ്ണേറുമായി ബന്ധപ്പെട്ട വിപത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുപോലെ തന്നെ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം കൃത്യമായി സൂറത്തുൽ ഫലഖ് നാം കൊണ്ട് നടക്കുക. നമുക്ക് ഏതെല്ലാം സമയങ്ങളിൽ സൂറത്തുൽ ഫലഖ് ഓതാൻ കഴിയുമോ ആ സമയങ്ങളിലൊക്കെ സൂറത്തുൽ ഫലഖ് നാം പാരായണം ചെയ്താൽ കണ്ണേറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മരുന്നായിട്ട് നമുക്ക് സൂറത്തുൽ ഫലക്കിനെ കൊണ്ട് നടക്കാൻ കഴിയും. അത് നമ്മുടെ ജീവിതത്തിൽ നാം ഒഴിവാക്കാതെ കൊണ്ട് നടക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസിൽ തന്നെ കാണാൻ കഴിയും, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ ഫലക്ക് രാവിലെ നാം സൂറത്തുൽ ഫലക്കും നാസും ഖുൽ ഹുവല്ലാഹു അഹദും ഓതിയിട്ട് കൈകളിൽ ഊതി ശരീരം തടവണമെന്ന് മുത്തുനബി പഠിപ്പിച്ച ഹദീസിൽ തന്നെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നാം അത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ ആഫത്ത്, ബലാ, മുസീബത്തുകളെ തൊട്ട് അല്ലാഹു തആല നമ്മെയും കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒരുപാട് ആളുകൾ പല സമയങ്ങളിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെയും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. അവരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അല്ലാഹു സുബ്ഹാനഹു തആല തുറന്നു കൊടുക്കുമാറാകട്ടെ. എല്ലാവരും സൂറത്തുൽ ഫലഖ് പതിവാക്കുക. വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. കണ്ണേറ് കൊണ്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടാകുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. എല്ലാവരുടെയും കുടുംബം ഹാപ്പി ആയിരിക്കട്ടെ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.